മലയാള സിനിമയിലെ അമ്മവേഷങ്ങളുടെ പ്രതിനിധിയാണ് കവിയൂർ പൊന്നമ്മ. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ അമ്മയായി തിളങ്ങിയ കവിയൂർ പൊന്നമ്മ ഇന്ന് നമ്മോടൊപ്പമില്ല. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു സംഭവമാണ് മലയാള സിനിമയുടെ അമ്മാവൻ വേഷങ്ങളുടെ പ്രതിനിധിയാണ് ശങ്കരാടി. അമ്മാവൻ വേഷങ്ങൾ അത് ശങ്കരാടി മനോഹരമായി ചെയ്യും. അത് ശങ്കരാടിയുടെ മാത്രം പ്രത്യേകതയാണ്. ഒരുപാട് സിനിമകളിൽ അമ്മാവൻ വേഷങ്ങളിൽ ശങ്കരാടി തിളങ്ങിയിട്ടുണ്ട്. അമ്മാവൻ വേഷങ്ങളിൽ തിളങ്ങിയ ശങ്കരാടിയും അമ്മ വേഷത്തിൽ തിളങ്ങിയ കവിയൂർ പൊന്നമ്മയും തമ്മിലുള്ള പ്രണയത്തിന്റെ കഥയാണ് പറയുന്നത്. ഒരു കാലത്ത് കവിയൂർ പൊന്നമ്മ മലയാള സിനിമയിൽ പ്രേംനസീറിന്റെ കാലത്തൊക്കെ മലയാള സിനിമയിൽ അമ്മ വേഷങ്ങൾ ഒരുപാട് ചെയ്തിരുന്നു. ശങ്കരാടി അമ്മാവൻ വേഷവും ഒക്കെ ചെയ്തിരുന്നു. ശങ്കരാടിയും കവിയൂർ പൊന്നമ്മയും തമ്മിൽ പ്രണയത്തിലായി. ശങ്കരാടി കവിയൂർ പൊന്നമ്മയെ പ്രണയിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. കവിയൂർ പൊന്നമ്മ ആ പ്രണയത്തിന് ആദ്യമൊക്കെ പച്ചക്കൊടി കാണിച്ചു. പിന്നീട് ശങ്കരാടിയെ കവിയൂർ പൊന്നമ്മ ഉപേക്ഷിച്ചു. മൺസൗമിയെ വിവാഹം കഴിച്ചു. ശങ്കരാടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തകർച്ചയായിരുന്നു അത്. ശങ്കരാടി ഒരുപാട് ജീവിത പ്രതിസന്ധികളോട് ഏറ്റുമുട്ടി സിനിമയിലെത്തിയ വ്യക്തിയാണ്. നാടകത്തിലൂടെയൊക്കെ സിനിമയിലെത്തിയ വ്യക്തി. കവിയൂർ പൊന്നമ്മ ചതിച്ചത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്ത ചതിയായിരുന്നു. കവിയൂർ പൊന്നമ്മ മണിസ്വാമിയെ വിവാഹം കഴിച്ചു. പിന്നീട് മണിസ്വാമിയുമായുള്ള ദാമ്പത്യ ജീവിതം പിരിഞ്ഞു. കവിയൂർ പൊന്നമ്മ ഏകാകിനിയായി മകൾ ബിന്ദുവിനു വേണ്ടി ജീവിച്ചു. അപ്പുറത്ത് ശങ്കരാടി ഏകദേശം ഒറ്റയ്ക്കുള്ള ജീവിതം തന്നെ നയിച്ചു. ഒറ്റയ്ക്കുള്ള ജീവിതമെന്ന് പറഞ്ഞാൽ ഏകനായുള്ള ജീവിതം. അതാണ് ശങ്കരാടി നയിച്ചത്. ഏറെ വൈകിയാണ് ശങ്കരാടി വിവാഹം ചെയ്തത്. ഏറെ വൈകി. അത് എല്ലാവരും ശങ്കരാടിയോട് പറഞ്ഞു, ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ അവസാന കാലത്ത് നോക്കാനാരും കാണില്ല. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ശങ്കരാടി വിവാഹം കഴിച്ചു. ശങ്കരാടിയുടെ വിവാഹം റിപ്പോർട്ട് ചെയ്ത പ്രശസ്ത പത്രപ്രവർത്തക ലീലാമേനോൻ പറയുന്നത്, ശങ്കരാടി ഏറെക്കാലം ഒരു വത്മീകത്തിലായിരുന്നു. കവിയൂർ പൊന്നമ്മയുമായുള്ള പ്രണയം തീർത്ത വത്മീകത്തിൽ. ആ പ്രണയം തീർത്ത വത്മീകത്തിൽ ശങ്കരാടി ഒരുപാട് ദുഃഖിച്ച് ഇരുന്നു. കവിയൂർ പൊന്നമ്മ മൺസൗമിയെ വിവാഹം കഴിച്ച ശേഷം, അദ്ദേഹവുമായി വേർപിരിഞ്ഞ ശേഷം അവർ അവരുടെ രീതിയിലേക്ക് പോയി. ശങ്കരാടിക്കും ഒരുപാട് വേഷങ്ങൾ കിട്ടി. സത്യനന്ദിക്കാടിന്റെയൊക്കെ ചിത്രങ്ങളിലൂടെ ശങ്കരാടി അമ്മാവൻ വേഷങ്ങളുടെ, മലയാളത്തിലെ അമ്മാവൻ വേഷങ്ങൾ എന്ന് പറയുന്ന ഒരു ധാര തന്നെയുണ്ട്. ഒടുവിൽ കൃഷ്ണനും ശങ്കരാടിയും ഒക്കെ കൊണ്ടുവന്ന വേഷം, ആ അമ്മാവൻ വേഷങ്ങളുടെ തലതൊട്ടപ്പനായി ശങ്കരാടി മാറി. ശങ്കരാടിയും ഇന്നില്ല, കവിയൂർ പൊന്നമ്മയും ഇന്നില്ല. പക്ഷേ ഇവർ തമ്മിലുള്ള പ്രണയത്തിന്റെ കഥ ഇപ്പോഴും സജീവമാണ് മലയാള സിനിമയിൽ. ശങ്കരാടി ആത്മാർത്ഥമായും സ്നേഹിച്ചു കവിയൂർ പൊന്നമ്മയെ. പക്ഷേ കവിയൂർ പൊന്നമ്മ ശങ്കരാടിയെ തേച്ചു.